ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകുന്നേരം ഒരു ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലത്തെ ഫുഡായിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കടലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളക്കടല ഒരു 4 മണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം മാറ്റിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 3-4 വിസിൽ കൊടുത്തിട്ട് കടല നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി കുക്കറിലെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ മസാലയൊക്കെ ഒന്ന് കടലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് മസാലയൊക്കെ കടലയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. വീണ്ടും അടച്ച് വെച്ചിട്ട് മസാലയൊക്കെ നന്നായിട്ട് കടലയിൽ പിടിച്ചിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കടലയിൽ പറ്റി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു ചൂട് കട്ടൻ്റെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല കടലയാണ്. അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലത്തെ ഫുഡായിട്ട് കഴിക്കാനും കൂടി പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.